അല്ലാതെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് തരാനോ ഇല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുള്ളതല്ല. ഇല്ലെങ്കിൽ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിത്യം. പക്ഷേ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഭൂമിയല്ലാത്ത ഭൂമിയിൽ ഒഴിപ്പിക്കാൻ വേണ്ടി നഗരസഭയുടെ സോണൽ ഓഫീസിലെ സൂപ്രണ്ട് നിന്നാൽ അതിന് സമാനം പറയേണ്ട ഏക ആള് ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങൾ സെക്രട്ടറിയുടെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗമാണ്. മേയറും കൗൺസിലർമാരൊക്കെ വേറെ, അതിന് ബാധകമല്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഭൂമി സംരക്ഷിക്കേണ്ട നിങ്ങളുടെ ജോലിയായിരുന്നു. അത് നിങ്ങളുടെ ജോലി, അതിന് തർക്കമില്ല. ഇത് നഗരസഭയുടെ ഭൂമിയല്ല. അല്ലാത്ത ഭൂമിയിൽ വേറെ ഈ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതിന് അത് വേറെ രീതിയാണ്. അതിന് നിങ്ങൾ കൂട്ടുവയ്ക്കരുത്. ഇത് നോട്ടീസ് കൊടുക്കാൻ ഉത്തരവാദികളാണ് കൊടുക്കുന്നത്. നിങ്ങൾ കളക്ടർ കൊണ്ട് കൊടുക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ ഇവിടെ വേണ്ടാത്ത നിലയിൽ വിഷയങ്ങളിൽ ഇടപെട്ടുകൂടെ അലങ്കോലം ഉണ്ടാക്കുന്ന രീതി ഉണ്ടാവില്ല. അത് വേറെ വിഷയങ്ങളാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. നഗരസഭയുടെ വസ്തുവല്ല. അല്ല, നിങ്ങൾക്കറിയണം. നിങ്ങളെല്ലാം അറിയേണ്ടത്. നിങ്ങളല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. നിങ്ങളാണല്ലോ നഗരസഭയുടെ വസ്തുവാണോ ഇല്ലെന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ. അല്ലാതെ ഇവിടെ തോന്നുന്നത് പോലെ ഞാൻ വന്നിട്ട് അത് പറയണം എൻ്റെ അച്ഛൻ്റെ വകയാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? അല്ലെ പോലീസ് സംരക്ഷണം ഞങ്ങൾക്ക് തരുമോ? ഞാൻ പറയണേ എൻ്റെ കുടുംബ വസ്തുവാണിത് എന്ന് പറഞ്ഞിരുന്നാൽ ഈ പോലീസിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടുമോ? ഇത് നഗരസഭയുടെ ഭൂമി നഗരസഭയ്ക്കുള്ളത്. പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്ന റവന്യൂ പുറമ്പോക്ക്, അതിൻ്റെ ഉത്തരവാദി കളക്ടറാണ്. ആ കളക്ടറാണ് അത് അളന്ന് നിശ്ചയിച്ച് ഇതിൻ്റെ ഉത്തരവാദികളും അവകാശികളെ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതാരെന്നുള്ള നിലയ്ക്ക്, അല്ലാതെ വ്യക്തിപരമായ ആർക്കെങ്കിലുമുള്ള താല്പര്യം അത് വേറെ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറോടെ ഞാൻ പറയുന്നു, ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഹെൽത്തിലെ ജീവനക്കാരെ കൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അപകടമാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് ഇനി സമയം വേണം. ഇത് നഗരസഭയുടെ തന്നെ കെട്ടിടമാണോ? അതെ, നഗരസഭയുടെ തന്നെ കെട്ടിടമാണ്. അവരിപ്പോൾ നമ്മുടെ അടുത്തൊരു സമയം ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു മാനുഷിക പരിഗണന അനുസരിച്ച് നമുക്കൊരു 2 ദിവസം സമയം കൊടുക്കാം എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ മേയറോട് തീരുമാനിച്ചപ്പോൾ മേയർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അത് ഇവിടുന്ന് ആൾക്കാർ വന്ന് മേയറെ കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മേയറെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടും ഒരു പരിഗണന നമുക്ക് കൊടുക്കാം. അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് 2 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെയാണ്. അത് നേരത്തെ കാലങ്ങളിൽ അവർ വെച്ചതാണത്. അപ്പം നമ്മളത് പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇപ്പം നമ്മളത് നഗരസഭയുടെ കെട്ടിടമായത്, നഗരസഭയുടെ സ്ഥലമായിട്ട് മാറ്റി തന്നെ പറ്റുള്ളൂ. ഞങ്ങൾ 45 വർഷം മുമ്പ് രക്ഷയിലേക്ക് വിളിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നു. ഒരുപാട് കാണിച്ചില്ല. ഓറിജിനോ അല്ലെങ്കിൽ ആയുർവേദ കോളേജ് സമീപത്ത് വന്നാൽ തന്നെ കാണിച്ചു തരാം. അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കെട്ടിടം. അതിന് കോർപ്പറേഷൻ നികുതി അടച്ചിട്ടില്ല, കോർപ്പറേഷൻ അനുമതിയില്ല. അവർ കെട്ടി പ്രവർത്തിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാം. ഈ 10 സ്ക്വയർ ഫീറ്റ് കുടിക്കാനായിട്ട് നിങ്ങൾ രാവിലെ മുതൽ ആരുടെയും വാക്യം വിട്ടിട്ട് വന്നു. ഇത്ര അപമാനകരമാണോ എന്ന് നിങ്ങൾ ആലോചിക്കും. 10 സ്ക്വയർ ഫീറ്റ് കുടിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചത്
അതിന് മറ്റേ എന്തൊന്നും കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റേ ഇതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത്രയും നെറുകെട്ട രാഷ്ട്രീയം ഞാൻ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഉചിതമായിട്ട് തീരുമാനം, ശരിയായിട്ട് തീരുമാനം. ഞാൻ പറഞ്ഞു കോർപ്പറേഷന്റെ വകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ തന്നെ വിളിച്ചു തരാം നിങ്ങളുടെ സഹായത്തിന്. കോവിഡ് സമയം മുതൽ രാമകർ ഓടുന്നുണ്ട്, സൗജന്യമായിട്ടാണ് ഇത് ഓടുന്നത്. മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള കേന്ദ്രമാണ്. ഇത്രയും അഹങ്കാരത്തോടു കൂടി ഏതെങ്കിലും ഒരു ആൾ പറയുന്നത് കേട്ടിട്ട് ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ നിൽക്കരുത്. നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങളെയൊന്നും ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന കോർപ്പറേഷൻ അധികാരികളുടെ നേതൃത്വത്തില് കോട്ടയ്ക്കകത്ത് ഒരുപാട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. കോർട്ടിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. വിവിധ പേരുകളിൽ നിരവധി സ്ക്വയർ ഫീറ്റുകൾ അദ്ദേഹത്തിനൊക്കെ അറിയാമായിരിക്കും. നേരത്തെ കൂടുതൽ തരത്തില് ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഇവര് BJP-യും അനുബന്ധ സംഘടനകളും വോട്ടിനകത്ത് നിറച്ച് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടത്തി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ആളുകൾ വളരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞുപോകുന്ന സ്ഥലം, ഇത് യാതൊരു പ്രോബ്ലമില്ലാത്ത സ്ഥലം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഈ സ്ഥലത്തുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്റ്റേറ്റിൽ അന്വേഷിക്കും. ഒരു ആന്റി സോഷ്യലിന്റെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഘർഷം നടക്കാത്ത സ്ഥലം, അങ്ങനെ സമാധാനപരമായിട്ട് നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും സംഘർഷം ഉണ്ടാക്കി തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്നതാണ്. ഇത് ശരിയായിട്ടൊരു കാര്യമല്ല. ഈ 10 സ്ക്വയർ എന്ന് പറയുന്ന കോവിഡ് കാലത്ത് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അത് പൊളിക്കാൻ ഒരു കാരണവശാൽ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല, ആരെയും അനുവദിക്കരുത്. അതിന് വേണ്ടിയിട്ട് വിലക്കത്തിരിക്കണ്ട. വേറെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഞാൻ ചൂണ്ടിക്കാണി 1 ലക്ഷം കൊടുക്കാം. വിളിച്ചിട്ട് വാ. നിങ്ങൾ തഹസീൽദാരാണെങ്കിൽ തഹസീൽദാർ പറയാം, നിങ്ങളിത് കോർപ്പറേഷന്റെ സ്ഥലമാണെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചുതരാം. നിങ്ങൾ JCB കൊണ്ടൊന്നും വരില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ്. നിങ്ങൾ JCB ഒന്നും വരില്ല. അനധികൃതമാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് നിങ്ങൾ JCB കൊണ്ടൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഇറച്ചി കൊണ്ട് നടക്കുന്നില്ല, കാരായ കച്ചവടം നടക്കുന്നില്ല, ഇവിടെ വേറെ പ്രശ്നം നടക്കുന്നില്ല. ഇവിടെ ഒരു മേശയും കസേരയിട്ട് ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രവർത്തകരുണ്ട്. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ആംബുലൻസ് ഉണ്ട്. ഞാനിവിടെ വാങ്ങിക്കൊടുത്തൊരു ആംബുലൻസാണ്. അത് സൗജന്യമായിട്ട് ഇതിന്റെ പേരിൽ ഓടുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവം മടങ്ങി പോവുക. പിന്നീട് ഇത് ഈ തീരുമാനവുമായിട്ട് വരിക, അതനുസരിച്ച് നിങ്ങൾ ചെയ്തു. അധികാരം കൈക്കട്ടെ എന്തുമാകാമെന്ന് പറയുന്ന നിലപാട് പാടില്ല. നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടതിന് നിങ്ങൾ സത്യപരീക്ഷ കൊടുക്കണം. ഞങ്ങളുടെ അനുവാദമില്ലാതെ രാവിലെ കൂട്ടടിച്ച് വിളിച്ചു അവർ പെൻഷൻ തരുന്നുണ്ട്. നിങ്ങളെ പെൻഷൻ കൊടുക്കണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടെ ഇരുന്ന രേഖകൾ മറ്റൊന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അത് ഈ ചൂണ്ടിക്കാണിച്ചു ആ പെൻഷൻ പൈസ